73 വോട്ടല്ല, അവിടെ ഒരു 288 വോട്ടുകൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വോട്ടുകൾ ഇല്ലാത്ത ഫ്ളാറ്റുകൾ ചേർത്തതിനെതിരെ ഞങ്ങളുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി നേരത്തെ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. 83 ബൂത്തിൽ അടക്കമുള്ള ബൂത്തുകളിൽ BJP വ്യാപകമായ തോതിൽ അങ്ങനെ കള്ളവോട്ടുകൾ എന്ന നിലയിൽ വേറെ സംസ്ഥാനത്തെ ആളുകളുടെ പേരുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോ മുരളീധരമാണതേ BJP CPM തമ്മിലുള്ള ഒത്തുകളിയാന്നുള്ള രീതിയിൽ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ചാലേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാറ്റിവെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാലേ ഈ ഏതെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാര് BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ ഫൈറ്റ് എന്ന് അവർ പറയുന്ന ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ വരാതിരുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്ന കള്ളക്കളി പുറത്താകുന്നതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിക്ക് ചാവക്കാട് ഒന്ന് പ്രസംഗിക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി അദ്ദേഹത്തിന് ക്ലിയറായിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വ്യക്തത വരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി വരാതിരുന്ന ഒരു കാരണം. രണ്ടാമത്തെ കാരണം, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അവര് ലീഗിന്റെ കൂടി ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയ പോലെ ലാഘവത്തോടു കൂടി ചാവക്കാട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ലീഗിന്റെ കൂടി ഒഴിവാക്കിയത്? RSSനെ പേടിച്ചിട്ടല്ലേ? അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഈ ദുർബലമായ നിലപാടുകൾ വ്യക്തമാക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പോസ്റ്റർ അടിച്ചിട്ട് പോലും അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞ് വരാതിരുന്നതിന്റെ കാരണം അതാണ്. അത് ഇവിടുത്തെ മതേതര വിശ്വാസികളായ ആളുകൾക്ക് കൃത്യമായി കോൺഗ്രസിന്റെ ഈ കള്ളക്കളി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കള്ളക്കഥയാണ് ഈ പറയുന്ന രഹസ്യധാരണ എന്നൊക്കെ പറയുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, CPM ആണെങ്കിലും CPI ആണെങ്കിലും കഴുത്തു പോയാലും ഫാസിസത്തിനെതിരായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നാട്ടുകാർക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ എതിരുള്ള ആളുകളുമായിട്ട് ഐക്യമുണ്ടാക്കി വോട്ട് ചെയ്യിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് അത് വല്ല ഈ സാമാന്യമായ രാഷ്ട്രീയ യുക്തിയുള്ള ആളുകൾ പോലും വിശ്വസിക്കാൻ പോകുന്ന കാര്യമല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരാജയ ഭീതി കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്വന്തം കാലിൻ്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുമ്പോൾ എതിരാളികൾക്കെതിരായിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാക്കി അനാവശ്യമായി അവർക്ക് വോട്ട് കിട്ടാത്ത സാഹചര്യം, അവർക്ക് വോട്ട് കിട്ടുന്ന സാഹചര്യമാക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ചില ജൽപ്പനങ്ങൾ മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് ഗൗരവതരമായ കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടൊന്നും ഇവിടെ കോൺഗ്രസോ BJP ജയിക്കാൻ പോകുന്നില്ല. ഇവിടെ 100% LDF ജയിക്കും. മൊത്തത്തിൽ കൊട്ടിക്കലാശിന്റെ അവസാന ഘട്ടം എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നമ്മൾ 100% ജയിക്കും, ഒരു സംശയം വേണ്ട.